നമ്മൾ ഈ ചില ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമ്മളിതിങ്ങനെ പാളിന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് നമ്മളിങ്ങനെ ആർക്കെങ്കിലും ഒക്കെ കഴിക്കാൻ കൊടുക്കുമ്പോൾ ഓ ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമല്ലേ? അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ അത് മേക്ക് ചെയ്താവും. എന്തെങ്കിലും പാളി പോയി ഞാൻ പറയാം ചിക്കൻ ഫ്രൈ ആണോ, ഉപ്പ് കുറച്ച് കൂടുതലാണെന്ന് പറയും കൂടിയാലും. അങ്ങനെ പാളിന്ന് വിചാരിച്ച് അങ്ങനത്തെ ഒരു ഇതായിരിക്കും. ഇല്ല, അതങ്ങനെ ഓർത്തു വെക്കാനൊന്നുമില്ല. ബട്ട് അതൊന്നും നമ്മൾ ഓൺ ഡ്യൂട്ടി ഒന്നും സംഭവിക്കില്ല കേട്ടോ. നമ്മൾ ആ ഒരു അങ്ങനെ പാളി തോന്നുന്നത് അപ്പൊ തന്നെ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. നമ്മള് വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുവാണെങ്കിൽ പാളിയാലും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റേ മോഹൻലാൽ പറഞ്ഞ പോലെ ഉണ്ണി മധുരം പറഞ്ഞ കൊടുക്കും, പുതിയ പേരൊക്കെ പവിത്രത്തില്. ഓക്കെ, ഇന്ന് കുറെ പവിത്രം വന്നു ആക്ച്വലി. ഞാൻ ഇപ്പം മുമ്പെടുത്ത 2 ഇന്റർവ്യൂലാണെങ്കിൽ അതിനകത്തൊക്കെ പവിത്രം എവിടെയൊക്കെയോ കയറി വന്നു. ഓക്കെ, അപ്പം ഈ പാളിയ ഫുഡിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഷെഫ് ആണെങ്കിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഫുഡ് അല്ലെങ്കിൽ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. നമ്മൾ ഇതാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. അത് സക്സസ്ഫുൾ ആയിരുന്നോ അതോ ചെറിയ പാളലൊക്കെ പറ്റിയായിരുന്നു? അങ്ങനെ ഫസ്റ്റ് ഉണ്ടാക്കി ഫുഡ് എനിക്ക് ഓർമ്മയില്ല കുക്ക് ചെയ്തേക്കുന്നുള്ളത്. നമ്മള് ഹോട്ടലിൽ വർക്ക് ചെയ്തോണ്ട് തന്നെ എല്ലാത്തിലും ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്താണ് ഞാൻ ഒറ്റയ്ക്ക് ആദ്യം ഉണ്ടാക്കിയെന്നുള്ളത് എനിക്ക്. പണ്ട് നമ്മൾ ഹോട്ടലൊക്കെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിഷ് ആയിട്ട് തരും. നമ്മൾ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞാലും എപ്പോഴും നമ്മൾ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അവരെന്താണെന്ന് അപ്പൊ തന്നെ ഫിക്സ് ചെയ്ത് തരും. എന്താ സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. ഈ പഴംപൊരിയും ബീഫും ആ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഇഷ്ടമാണോ? ഓക്കെയാണ്. അത്ര സൂപ്പർ ഞാൻ പറയുന്നില്ല, ബട്ട് ഓക്കെ. എനിക്ക് അതിനേക്കാൾ നല്ലത് ബീഫും ഞങ്ങൾ സവാള വജ എന്ന് പറഞ്ഞ സാധനം, കൊച്ചി സവാള വട എന്നാണ് പറയുന്നത്. ഞാൻ കൊച്ചിക്കാർ സവാള വജ എന്ന് പറയുന്നത്. സവാള വജയും ബീഫ് വട. ഞാൻ കൊച്ചിയിലുള്ളതല്ലേ, അപ്പൊ ഞാൻ ഇതൊന്നും കേട്ടിട്ടില്ല. മൂവാറ്റൂരല്ലേ? തേവരപ്പാലം കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ കൊച്ചിയായിട്ട് കൂട്ടുള്ളൂ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ബീഫും സവാള വടയും അത് നല്ല കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ പഴംപൊരിയും ബീഫും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ കേൾക്കുമ്പോഴേ ഇതെങ്ങനെ വർക്കാവും, പഴംപൊരിക്ക് മധുരല്ലേ, അങ്ങനെ അതുപോലെ തന്നെ ഷെഫ് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു കോമ്പോസ് ഉണ്ടാവും നമ്മളിങ്ങനെ കേൾക്കുമ്പോ ഇത് വർക്കാവൂ അങ്ങനെ തോന്നിയിട്ട്? അങ്ങനെ പറയണ്ട. അപ്പൊ അങ്ങനെ ഒരു ഫിലിപ്പിനോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ചമ്പുറാഡോ എന്നാണ് അതിന്റെ പേര്. അത് സെർവ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് കുക്ക് ചെയ്തിട്ട് അതിനകത്ത് കൊക്കോ പൗഡർ ഇല്ലേ, കൊക്കോ പൗഡർ ഇട്ട് കുക്ക് ചെയ്ത റൈസ്, അതിന്റെ കൂടെ കഴിക്കുന്നത് ഇവാപറേറ്റഡ് മിൽക്കും ഉണക്ക ചാളയോ. ഇതിന് ചെറിയ സ്ലൈറ്റ് സ്വീറ്റ്നെസ്സും. ഈ ചാള അതായത് ഡ്രൈ ഫിഷിന് സോൾട്ട്ലെസ് വരും. ചമ്പുറാഡ് എന്ന പേര്. അപ്പൊ അങ്ങനത്തെ ഫുഡ് എല്ലായിടത്തും ഉണ്ട്. പല വേൾഡ് വൈഡ് എവിടെ പോയാലും അങ്ങനത്തെ ഇത് കിട്ടും. ഇപ്പൊ പാൻ കേക്കിന് കൂടെ ബേക്കൺ കഴിക്കും. പാൻ കേക്ക് യൂറോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ പാൻ കേക്ക് മേപ്പിൾ സിറപ്പ് ഇട്ടിട്ട് അതിന്റെ കൂടെ കഴിക്കുന്നത് ബേക്കണാണ്. ബേക്കൺ സോൾട്ടിയാണ്, ക്രിസ്പി സോൾട്ടി ആയിട്ടുള്ളൊരു പോക്കാണ് ബേസിക്കലി ഉപയോഗിക്കുന്നത്. ഇപ്പൊ ബീഫും കഴിക്കാം. അങ്ങനെ ഉണ്ട്. അപ്പൊ അതൊക്കെ കോമ്പിനേഷൻ എല്ലായിടത്തും ഉള്ളതാണ്. പാൻ കേക്ക് വിത്ത് ബേക്കൺ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡിഷാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ഇപ്പം ഒരുപാട് കുക്കിംഗ് വീഡിയോസിലൊക്കെ നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു സംഭവം നമ്മൾ ആഡ് ചെയ്തു, പക്ഷെ അത് ആ ഒരു കറിയുടെ എൻറ്റയർ ടേസ്റ്റ് തന്നെ മാറ്റാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ? ഒന്നുകൂടെ പറയാം. എനിക്കും മനസ്സിലായില്ല. ഒരു ഇപ്പൊ എന്താ പറയാ, ഒരു പൊടിക്കൈ ഇപ്പം ഒരുപാട് പൊടിക്കൈകൾ ഉണ്ടാവില്ലോ ഷെഫിനൊക്കെ. അപ്പം നമ്മളൊരു പൊടിക്കൈ നമ്മളത് ചെയ്യുമ്പോ അതാണെങ്കിൽ ആ കറിയുടെ ഇത്രയും നേരം നമ്മൾ കുക്ക് ചെയ്ത കറിയുടെ എൻറ്റയർ ടേസ്റ്റ് അങ്ങനത്തെ. ഞാൻ ചെയ്ത ഇപ്പൊ നമുക്കൊരു നോൺ വെജ് കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ചിക്കൻ ബീഫ് എല്ലാം കുക്ക് ചെയ്യുമ്പോഴേക്കും ഫ്ലേവർ കുറച്ച് കുറഞ്ഞ് ഫീൽ ചെയ്യുവാണെങ്കിൽ ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളി ഗരം മസാല പൗഡറും കൂടി ചൂടാക്കിയിട്ട് മേളിടുവാണെങ്കിൽ ആ കറിയുടെ ടേസ്റ്റ് മാറി കിട്ടും. കുറച്ചും കൂടി വേറെ ഫ്ലേവർ വരും. ഒരു ഫ്രഷ് കോക്കനട്ട് ഓയിലിനൊരു ഫ്ലേവർ കിട്ടുമായിരുന്നു. അത് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഫ്ലേവർ കുറയുമ്പോൾ ചെയ്യാറുണ്ട് ഒരു പരിപാടിയാണ്. അതായത് വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി മൂപ്പിച്ചിട്ട് ഗരം മസാല എണ്ണയിൽ കുറച്ച് പെരുംജീരകം പൊടിച്ചു അത് പൊടി ഇട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഇടുക, മൂടി വെക്കുക. മിക്സ് ചെയ്യേണ്ടത് ജസ്റ്റ് മൂടി വെക്കുക. താളിപ്പണ്ടാക്കി ഇടുന്നവരായിട്ട് മൂടി വെക്കുക. കുറച്ച് കഴിയുമ്പോൾ വേറൊരു ഫ്ലേവർ കിട്ടും. അതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ സവാള നമ്മൾ ഹൈ ഫ്ലെയിമിൽ പിന്നെ ലോ ഫ്ലെയിമിലൊക്കെ കുക്ക് ചെയ്യും, അതൊക്കെ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. ഓണിയൻ കുക്ക് ചെയ്യുന്നതിന് ഓണിയൻ ആക്ച്വലി നമ്മുടെ ബേസ് ആണല്ലോ. ഓണിയൻ, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി ആണ് എല്ലാ കറിയുടെയും ബേസ്. അതിന്റെ എത്ര നേരം കുക്ക് ചെയ്യുന്നു, ഏത് ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്നു, അതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷിന്റെ ഒരു മെയിൻ ആണ്. അത് മാറുമ്പോഴേക്കും കറിയുടെ ടേസ്റ്റ് മാറും. പിന്നെ ഇടുന്ന പൊടികളുടെ അളവ് എല്ലാ മിക്ക കറികളിലും മല്ലി
മുളക്, മഞ്ഞൾ, ഗരം മസാല, അല്ലെങ്കിൽ അത് തന്നെ ആയിരിക്കും നമ്മളെല്ലാം. ഇത് 4-5 പൊടികളാണ് എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. ഇതിന്റെ കുറച്ച് കൂട്ടി കുറച്ചാൽ ടേസ്റ്റ് മാറും. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ എന്തായാലും ഒരുപാട് ആളുകൾ കാണുന്നുണ്ടാവും. അപ്പൊ അവരാണെങ്കിൽ വീഡിയോ കാണുമ്പോ ഈ ഒരു റെസിപ്പി ഷെഫ് പറയുമ്പോ ഉറപ്പായിട്ടും അവരുടെ വായിന്ന് വെള്ളം വരും. ഷെഫിന് അത്രയും കോൺഫിഡൻസ് ഉള്ള റെസിപ്പി എന്താ? മീൻ തിളപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു. അതല്ല, അതിന്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അതല്ലാതെ എനിക്കറിയാം. എനിക്ക് തോന്നുന്നു ഈ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ ഈ ഫിഷിന്റെ ഫ്രഷ്നെസ് അത് ഭയങ്കര കീ ആണ് ഈ ഡിഷിൽ. മീൻ കുറച്ച് പഴകിയപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് രസമില്ല. മീൻ തിളപ്പിച്ചത് ആണ് ഞാൻ അൾട്ടിമേറ്റ് കോൺഫിഡന്റ് ആയിട്ടുള്ളത്. മീൻ തിളപ്പിച്ചതല്ലാതെ നമുക്ക് ചിക്കനിൽ എന്തെങ്കിലും പിടിച്ചാലോ? മീനും ബീഫും നമ്മള് ചിക്കൻ വറുത്തരച്ചത് ഒരു പരിധി വരെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഡിഷാണ്. പിന്നെ പറയുന്നത് എന്റെ വീട്ടിലൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കറി ഉണ്ടാക്കും. ചിക്കൻ നല്ലോണം ഫ്രൈ ചെയ്ത് അമ്മച്ച ഉണ്ടാക്കുന്ന ഒരു കറിയുണ്ട്. പൊട്ടറ്റോ ഫ്രൈ ചെയ്തിട്ടിട്ട് ഗ്രീൻ പീസും പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് കറിയുണ്ട്. അത് അടിപൊളിയാണ്. അപ്പം ആ കറി. വെജിറ്റേറിയൻ ഫുഡിനോട് അങ്ങനെ വലിയ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലേ? കൊച്ചിക്കാരിക്കായിരിക്കും വെജിറ്റേറിയൻ താല്പര്യമില്ല. എന്നാലും ലൈക്ക് വീട്ടിലൊക്കെ കുക്ക് ചെയ്യാറുണ്ടോ എപ്പോഴെങ്കിലും? ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, വെജിറ്റബിൾസ് നമ്മൾ കഴിക്കാറുണ്ട്. ബട്ട് ഈ വെജിറ്റബിൾസിനകത്ത് എല്ലാത്തിലും ചെമ്മീൻ ഉണ്ടാവുന്ന മാത്രമേ. ചെമ്മീനോ? അല്ല, അത് കൊച്ചിയിൽ അങ്ങോട്ട് വന്നാൽ എല്ലായിടത്തും അങ്ങനെയാണ്. എല്ലാ പച്ചക്കറിയിലും ചെമ്മീടുക എന്നുള്ളത് ഞങ്ങൾ അവിടെ ഉള്ള ഒരു ശീലമാണ്. അതില്ലാതെ ആരും പച്ചക്കറി ഉണ്ടാക്കാറില്ല സത്യം പറഞ്ഞാൽ. വീട്ടിലെല്ലാ ദിവസവും ചെമ്മീൻ ഉണ്ടാവും. വർഷത്തിൽ എല്ലാ ദിവസവും വീട്ടിൽ ചെമ്മീൻ ഉണ്ടാവും. അത് ചെമ്മീൻ വാങ്ങിയിട്ട് കുക്ക് ചെയ്ത് കുറച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യണം. ഇപ്പൊ എന്ത് പച്ചക്കറി കുക്ക് ചെയ്യുമ്പോഴേക്കും അതിനകത്ത് കുറച്ച് ചെമ്മീൻ എന്ന് പറഞ്ഞെങ്കിൽ കുറെ ചെമ്മീനല്ല, ജസ്റ്റ് ഫോർ ഫ്ലേവർ ഒരു 10 ചെമ്മീനും കുറച്ച് അതിന്റെ സ്റ്റോക്കും കൂടിയിട്ടാണ് ഈ പച്ചക്കറി എല്ലാം കുക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ശീലം. പിന്നെ ഈ മുട്ടയില്ലേ, നമ്മുടെ മുട്ടയാണ് മിക്ക എന്നെ പോലത്തെ ബാച്ചിലേഴ്സിന്റെ ഒക്കെ എപ്പോഴും നമ്മൾ അടുക്കളയിൽ ഉണ്ടാവും. ഐ മീൻ ഫ്രിഡ്ജിൽ നോക്കുകയാണെങ്കിൽ മുട്ട ഉണ്ടാവും, കുറച്ച് ബ്രെഡ് ഉണ്ടാവും, ചപ്പാത്തിയൊക്കെ ഉണ്ടായ ഭാഗ്യം. പിന്നെന്താ ഉണ്ടാവുക അവിടെ? തക്കാളി ഉണ്ടായ ഭാഗ്യം. ഈ മുട്ട കൊണ്ട് ഓംലെറ്റും സാൻഡ്വിച്ച് ഒന്നും അല്ലാണ്ട്, മുട്ടക്കറി അല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച്, ഓംലെറ്റ് ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. മുട്ട തിളപ്പിച്ചത് ആക്ച്വലി പേഴ്സണലി എന്റെ ഫേവറേറ്റ് ആണ്. തിളപ്പിച്ചതിനായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. തിളപ്പിച്ചത് അത് അവിടെ ഉപയോഗിക്കുന്ന വാക്കാണ് നമ്മളോട്. മുട്ടക്കറി തന്നെയാണ്. പൊട്ടിച്ചൊഴിച്ചത് കണ്ടിട്ടില്ലേ? ഈ പൊട്ടിച്ചൊഴിച്ചത് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് അത് തന്നെ 2-3 വേരിയേഷൻസിൽ ഉണ്ടാക്കാം. അത് ഇപ്പൊ വീട്ടിലൊക്കെ അമ്മിച്ച് ആദ്യം പെങ്ങൾ ചെറുതാകുമ്പോഴേക്കും അവക്ക് കൊടുക്കാനാണെങ്കിൽ ജസ്റ്റ് ആയിട്ട് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഉണ്ടാവും. ഈ മുട്ട തിളപ്പിക്കുന്നതിന്റെ സെയിം തന്നെയാണ് ഇത് മാത്രം ഉണ്ടാവുള്ളൂ. അപ്പച്ചനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മുളക് പൊടി കൂട്ടിട്ടിട്ട് അത് വേറെ കളറായിരിക്കും കറിക്ക്. അമ്മിച്ച് അമ്മ ഉണ്ടാക്കുവാണെങ്കിൽ അതിൽ കുറെ തക്കാളി ആയിരിക്കും. തക്കാളിക്കറിനകത്ത് മുട്ട പൊടിച്ചിട്ട പോലെ. അപ്പൊ ഇതിന്റെ തന്നെ പല പല വേരിയേഷൻസ് ആണ് കറി. നല്ല ഡിഷാണ്, അടിപൊളിയാണ്. ഇന്ത്യൻ ഷക്ഷൂക്ക, അല്ല മലയാളി ഷക്ഷൂക്ക അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനി എനിക്ക് അടുത്ത ചോദ്യം ഇവിടെയാണ് ചോദിക്കാനുള്ളത്. സത്യം പറഞ്ഞ ഷെഫിന് ഇഷ്ടപ്പെട്ടത് കുക്കിംഗ് കണ്ടിട്ടാണോ? കുക്കിംഗ് കണ്ടിട്ടാണ്. അതെന്താ? നമുക്ക് എല്ലാം പെട്ടെന്ന് കിട്ടുമല്ലോ. പണി അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഫുഡ് കൊടുത്ത് ഒതുക്കാന്നൊക്കെ വരില്ല. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എക്സ്പെക്ടേഷൻ ഭയങ്കര ഹൈ അല്ലേ? ഭയങ്കര പാടാണ് ആൾക്കാർക്ക് നമുക്ക് ഭക്ഷണം തരാൻ വേണ്ടിട്ട്. അങ്ങനെ ആൾക്കാർ പറയാറുണ്ട് മിച്ചല്ലോ. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എല്ലാം ചെക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എനിക്ക് കിട്ടും, പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ പെട്ടെന്ന് ഒരാളാണെങ്കിൽ ഭയങ്കര പ്രതീക്ഷയില് ഷെഫിന് ഫുഡൊക്കെ വന്ന് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാല് ഷെഫിനത് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ അവരുടെ അടുത്ത് പറയൂ ഇതിനെന്തെങ്കിലും കുറവുണ്ടെന്ന് അങ്ങനെ പറയൂ? പറയും, ചിലപ്പോ പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് സങ്കടാവില്ലേ? പറയണല്ലോ, അവർക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട്. എല്ലാരോടും പറയുന്നതല്ല, നമ്മളോട് അറിയാവുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മുടെ ക്ലോസ് റിലേഷൻ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് കസിൻസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അവർ ഓക്കെയാണ്. ഷെഫിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഫുഡ് ചോദിച്ചാൽ എന്താ പറയാ? വഴുതനങ്ങ. അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള സാധനം. ഞാൻ ആദ്യം വഴുതനങ്ങ കഴിക്കുന്ന ഒരാളല്ല. ബീട്രൂട്ട് ഞാൻ കഴിക്കാറില്ല, ബീട്രൂട്ട് ഞാൻ കഴിക്കില്ല, വഴുതനങ്ങ ഞാൻ കഴിക്കില്ല. പിന്നെന്താ കഴിക്കാത്തത്? പച്ചക്കറി തന്നെയാണ്. വഴുതനങ്ങ എനിക്ക് അധികം താല്പര്യമുള്ള സാധനമല്ല. ബട്ട് ചിലപ്പോ കഴിക്കൂട്ടോ. മീൻസ് നമ്മുടെ രീതിയിൽ ഉണ്ടാക്കിയ വഴുതനങ്ങ എനിക്ക് താല്പര്യമില്ല. വേറെ കഴിക്കാറുണ്ട്, പുറത്തുനിന്ന് കഴിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ഒരുപാട് വിശക്കുന്നു.
ശരിയാണ്, സമയത്രമായി പോകണം ഭക്ഷണം കഴിക്കണം. വിശക്കുന്നത് ഇന്റർവ്യൂ കഴിയുമ്പോ ഇതിന് മുന്നേ ഒരു അധികം വിശപ്പുണ്ടായിരുന്നില്ല, ഈ ഒരു ഇന്റർവ്യൂ കഴിയുമ്പോ വിശപ്പ് ഒന്നും കൂടെ കൂടി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഷെഫ്. എല്ലാവിധ ആശംസകളും നേരുന്നു. എത്രയും പെട്ടെന്ന് റെസ്റ്റോറന്റ്, ഷെഫ് ആഗ്രഹിച്ച റെസ്റ്റോറന്റ് തുടങ്ങാൻ പറ്റട്ടെ. ഒരു ബ്രാഞ്ച് കൊച്ചിയിൽ ഇടണം, അപ്പൊ ഞങ്ങളൊക്കെ ഒന്ന് വന്ന് കഴിച്ചോട്ടെ ഇടയ്ക്കൊക്കെ. ഫസ്റ്റ് തുടങ്ങണ്ടേ? ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.